പത്മയുടെ ആശങ്കകൾ. കണ്ണീരൊലിപ്പിച്ച് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന മകളെ നോക്കി പത്മ കണ്ണുരുട്ടി. ഇന്നെന്താ നിൻ്റെ പ്രശ്നം? അമ്മ ചേച്ചിയുടെ മുഖത്ത് മഞ്ഞളരച്ചിട്ട് കൊടുത്തില്ലേ? എനിക്കിട്ട് തന്നില്ലല്ലോ. അവളുടെ മുഖത്ത് മുഖക്കുരുള്ളത് കൊണ്ടല്ലേ കസ്തൂരി മഞ്ഞൾ അരച്ചിട്ടത്. മുഖക്കുരു മാറാൻ കസ്തൂരി മഞ്ഞൾ നല്ലതാണെന്നാണ് പറയുന്നത്. നിനക്ക് മുഖക്കുരു ഇല്ലല്ലോ. പത്മ മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മുഖക്കുരു വന്നാലേ ഇടൂ. കസ്തൂരി മഞ്ഞളിട്ടാൽ മുഖസൗന്ദര്യം കൂടുകയും ചെയ്യും. മൂത്ത മോള് സുന്ദരിയായിരിക്കട്ടെ എന്ന് കരുതിയല്ലേ എനിക്കിട്ട് തരാത്തത്? അവൾ വിതുമ്പി. പത്മയ്ക്ക് ചിരി വന്നു. നീ വാ, അവൾക്കിട്ടതിൽ കുറച്ച് ബാക്കിയുണ്ട്, നിനക്കും ഇട്ട് തരാം. എനിക്ക് വേണ്ട, ചേച്ചിക്കിട്ടതിൽ ബാക്കി വന്നത് കൊണ്ടല്ലേ എനിക്കും ഇട്ട് തരാമെന്ന് പറയുന്നത്. അല്ലെങ്കിലും അമ്മയ്ക്ക് ചേച്ചിയോടാ സ്നേഹക്കൂടുതൽ. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അത് നോക്കി പത്മ ചിരിക്കണോ ശകാരിക്കണോ എന്നറിയാതെ നിന്നു. പത്മയ്ക്ക് ഇളയ മകളുടെ കാര്യത്തിൽ എപ്പോഴും ആശങ്കയാണ്. നിസ്സാര കാര്യങ്ങൾ മതി അവളുടെ കണ്ണു നിറയാൻ. മൂത്തവളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ, മൂത്തയാളുടെ സ്കൂൾ ബാഗിന് അല്പം നിറം കൂടിയാൽ, മൂത്തയാൾക്ക് വെച്ചു കൊടുക്കുന്ന പൊട്ടിന് അല്പം ചന്തം കൂടുതലാണെന്ന് തോന്നിയാൽ, താൻ അല്പം ദേഷ്യപ്പെട്ടവളോട് സംസാരിച്ചാൽ, വീട്ടുജോലികളിൽ തന്നെയൊന്ന് സഹായിക്കാൻ പറഞ്ഞാൽ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവൾ കണ്ണു നിറയ്ക്കും. തങ്ങൾക്ക് മൂത്ത മോളോടാണ് സ്നേഹക്കൂടുതൽ എന്നാണ് അവളുടെ കണ്ടെത്തൽ. അങ്ങനല്ലെന്ന് പല പ്രാവശ്യം അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവൾ അത് തന്നെ ആവർത്തിക്കുന്നു. പിണക്കത്തിന് അധികം ആയുസ്സൊന്നും ഉണ്ടാകില്ല. കുറച്ച് കഴിയുമ്പോൾ കണ്ണുകൾ തുടച്ച് ചിരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ വരും. മുൻപ് മൂത്തവൾക്കായിരുന്നു ഈ പരാതി. രണ്ടാമത്തെയാൾ ജനിച്ച് കുറച്ച് വർഷങ്ങൾ വരെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിയോടാണ് സ്നേഹക്കൂടുതൽ എന്നായിരുന്നു അവളുടെ പരാതി. പക്ഷേ അവൾ കരയാറില്ലായിരുന്നു, മുഖം വീർപ്പിച്ച് നടക്കും. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മാറി. ഇങ്ങനെയൊക്കെയാണെങ്കിലും സഹോദരിമാർ തമ്മിൽ വളരെ സ്നേഹത്തിലുമാണ്. ആവശ്യമില്ലാതെ കരയുന്ന നിൻ്റെ ഈ സ്വഭാവം നിനക്ക് നല്ലതല്ല. പത്മ സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും ഇളയ മകളുടെ ഈ സ്വഭാവം മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അതിന് ഞാൻ കരയുന്നില്ലല്ലോ. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ മറുപടി പറയും. അത് കേൾക്കുമ്പോൾ പത്മയ്ക്ക് ചിരി വരും. എങ്കിലും ഓരോ ദിവസവും പത്മയുടെ ടെൻഷൻ കൂടിക്കൊണ്ടിരുന്നു. 1-2 പ്രാവശ്യം മകളുടെ ഈ സ്വഭാവത്തെപ്പറ്റി പത്മ ഭർത്താവുമായി സംസാരിച്ചു. അപ്പോഴെല്ലാം അയാൾ പറഞ്ഞത്, അവൾ കുട്ടിയല്ലേ, വളരുമ്പോൾ അതൊക്കെ മാറിക്കൊള്ളും. മൂത്തവൾക്കും ഇതുപോലുള്ള സ്വഭാവമായിരുന്നില്ലേ? ഇപ്പോഴില്ലല്ലോ, ഇതും അതുപോലെ മാറിക്കൊള്ളും. മൂത്തവളെപ്പോലെ അല്ലല്ലോ ഇവൾ നിസ്സാര കാര്യങ്ങൾക്കല്ലേ കണ്ണീരൊഴുക്കുന്നത്. അവരോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കുക. വേറിട്ട് കാണുന്നു എന്ന തോന്നൽ രണ്ടുപേരിലും ഉണ്ടാക്കാതിരിക്കുക. അവരെ താരതമ്യം ചെയ്ത് സംസാരിക്കാതിരിക്കുക. എല്ലാം ശരിയാകും. ഭർത്താവിൻ്റെ ന്യായീകരണങ്ങൾ പത്മയ്ക്ക് ആശ്വാസം നൽകാറില്ല. മകളെക്കുറിച്ച് ഓർത്ത് പത്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ്. എന്നാൽ തൻ്റെ ടെൻഷൻ പൂർണ്ണമായും ഭർത്താവിനെ അറിയിക്കാനും അവൾക്ക് കഴിയുന്നില്ല. കാരണം താൻ ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുന്നത് തന്നെ ഇന്ന് എന്താലോചിച്ച് ടെൻഷൻ അടിക്കാം എന്ന ചിന്തയോടെയാണെന്നാണ് ഭർത്താവിൻ്റെ അഭിപ്രായം. ഒരു ദിവസം ടെൻഷനുള്ള കാരണം കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കാൻ കാരണങ്ങൾ കിട്ടാത്തത് എന്തെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളാണ് താനെന്നാണ് ഭർത്താവിൻ്റെ വിലയിരുത്തൽ. തൻ്റെ ഈ ടെൻഷൻ കാരണം ഭർത്താവിൻ്റെ പല കാര്യങ്ങളും തന്നെ അറിയിക്കാറുമില്ല. അതിൽ പത്മയ്ക്ക് വലിയ പരിഭവമുണ്ട്. ഒരിക്കൽ ഏത് കാര്യത്തിനും പരിഹാരം നിർദ്ദേശിക്കുന്ന തൻ്റെ അമ്മയോട് പത്മ മകളെക്കുറിച്ച് തനിക്കുള്ള ആശങ്ക പങ്കുവച്ചു. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചരട് ജപിച്ച് വാങ്ങി കെട്ടിക്കൊടുക്ക്, എല്ലാം ശരിയാകും. പത്മയെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അവളുടെ അമ്മ പറഞ്ഞു. അങ്ങേർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതിന് അങ്ങേർക്കല്ലല്ലോ, മോൾക്കല്ലേ ചരട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാരെ അറിയിച്ചുകൊണ്ടാണോ എല്ലാവരും ചെയ്യുന്നത്? വേറൊന്നുമല്ലല്ലോ, മകൾക്കൊരു ചരട് ജപിച്ച് കെട്ടുന്ന കാര്യമല്ലേ. ഭർത്താവ് അറിയാതെ ചെയ്യുന്നതിനോട് പത്മയ്ക്ക് താല്പര്യം തോന്നിയില്ല. ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവിനോട് പത്മ കാര്യം അവതരിപ്പിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭർത്താവ് പുച്ഛിച്ച് തള്ളി. പത്മ പിന്മാറിയില്ല. നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ, അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ തുടങ്ങിയ കൊഞ്ചലുകൾ കൊണ്ടുള്ള നിർബന്ധത്തിൽ ഭർത്താവ് പകുതി സമ്മതം മൂളി. പിറ്റേന്ന് തന്നെ പത്മ അടുത്തുള്ള അമ്പലത്തിൽ പോയി ചരട് ജപിച്ച് വാങ്ങി മകൾക്ക് കെട്ടിക്കൊടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. മകൾക്ക് മാറ്റമൊന്നുമില്ല. അടുത്ത അമ്പലത്തിൽ പോയി ചരട് ജപിച്ച് കെട്ടി. മകൾ പഴയപടി തന്നെ. ഭർത്താവ് അറിഞ്ഞും അറിയാതെയും പല അമ്പലങ്ങളിൽ നിന്നും ജപിച്ചു കെട്ടിയ ചരടുകൾ കൊണ്ട് മകളുടെ ശരീരം നിറഞ്ഞു.
നിരന്തരമായ ചരട് കെട്ടുകൊണ്ട് നേട്ടമുണ്ടായത് ചരട് കച്ചവടക്കാരനും ജപിച്ചു കൊടുത്ത പൂജാരിമാർക്കും മാത്രം. ആശങ്കയുമായി പത്മ വീണ്ടും തൻ്റെ അമ്മയുടെ അടുത്തെത്തി. ഇത്തവണ പത്മയ്ക്ക് തൻ്റെ അമ്മ മറ്റൊരാശയം പറഞ്ഞു കൊടുത്തു. നീ അവളെ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്ക്. ചിലപ്പോൾ ഏതെങ്കിലും ഞരമ്പിൻ്റെ പ്രശ്നമാകും. സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പിറ്റേന്ന് തന്നെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് പത്മ തൻ്റെ ഇളയ മകളുമായി പേരുകേട്ട ഒരു പീഡിയാട്രീഷ്യൻ്റെ മുന്നിലെത്തി. തൻ്റെ മകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. എല്ലാം കേട്ട ശേഷം ഡോക്ടർ ചോദിച്ചു, അതൊക്കെ ശരി, കുട്ടിക്ക് എന്താണ് അസുഖം? പത്മ ഒന്ന് അന്താളിച്ചു. അപ്പോൾ താൻ ഇതുവരെ പറഞ്ഞതൊന്നും ഇയാൾ കേട്ടില്ലേ? പത്മ ഒന്നുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുവാൻ തുടങ്ങി. വിശദീകരണം തീരും മുമ്പ് ഡോക്ടർ ചോദിച്ചു, ഇതാണോ കുട്ടിയുടെ അസുഖം? അതെ, പത്മ തലയാട്ടി. ഇതിന് ശരിക്കും ചികിത്സ വേണ്ടത് നിങ്ങൾക്കാണ്. ഇത് അസുഖമൊന്നുമല്ല. ഒന്നിലധികം കുട്ടികളുള്ള മിക്ക വീടുകളിലും കാണുന്ന ഒരു സ്വഭാവവിശേഷമാണ്. പലരിലും ഏറ്റക്കുറച്ചിലുകൾ കാണുമെന്ന് മാത്രം. 99% കുട്ടികളിലും മുതിർന്നു കഴിയുമ്പോൾ ഇത് തനിയെ മാറും. കുട്ടികളെ വേർതിരിച്ച് കാണാതിരിക്കുക, ഒരാളെ കുറ്റപ്പെടുത്തിയും മറ്റൊരാളെ പുകഴ്ത്തിയും സംസാരിക്കാതിരിക്കുക, അവരെ തമ്മിൽ താരതമ്യം ചെയ്ത് സംസാരിക്കാതിരിക്കുക, ഇത്രയൊക്കെ മതി ഈ അസുഖം മാറാൻ. ഇതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു നിർത്തി. അല്ല ഡോക്ടർ, അവരുടെ ഞരമ്പിന് എന്തെങ്കിലും തകരാറ് സ്കാനിങ്ങിൽ അറിയാമെന്ന് പറഞ്ഞു. പത്മയ്ക്ക് ഡോക്ടറുടെ വാക്കുകൾ വിശ്വാസമായില്ല. ആര് പറഞ്ഞു? ഡോക്ടർ പുഞ്ചിരിച്ചു. അമ്മ മെഡിക്കൽ ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, അത് പിന്നെ സാധാരണ. പത്മ പരിങ്ങി. ഡോക്ടർക്ക് ചിരി വന്നു. ഇപ്പോൾ ഇവൾക്ക് ഒരു ചികിത്സയും ആവശ്യമില്ല. എല്ലാം തനിയെ മാറിക്കൊള്ളും. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കുറച്ച് വൈറ്റമിൻ ഗുളികകൾ എഴുതിത്തരാം. നിരാശയോടെ ഡോക്ടറുടെ കുറിപ്പുമായി മകളുടെ കയ്യും പിടിച്ച് ഫാർമസി നോക്കി പത്മ നടന്നു. തൻ്റെ ആശങ്കകൾ ഡോക്ടർ നിഷ്കരണം നിരസിച്ച വിവരം പത്മ തൻ്റെ അമ്മയെ അറിയിച്ചു. അമ്മ മറ്റൊരു വഴി ഉപദേശിച്ചു. ഇത്രയും പ്രഗത്ഭനും പ്രശസ്തനുമായ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇനി മറ്റൊരു ഡോക്ടറെ കാണണ്ട. നിൻ്റെ കയ്യിൽ അവളുടെ ജാതകമുണ്ടല്ലോ, നീ അത് ഒരു ജോത്സ്യനെ കാണിക്ക്. അവളുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. സമയദോഷം കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. മകളുടെ ജാതകം കയ്യിൽ പിടിച്ച് ചമ്രം പടിഞ്ഞ് തൊഴുകൈകളോടെ പത്മ ജോത്സ്യന് മുമ്പിലിരുന്നു. ജോത്സ്യൻ കണ്ണുകളടച്ച് ധ്യാനത്തിലമർന്നു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന ജോത്സ്യൻ പത്മയുടെ കയ്യിൽ നിന്നും ജാതകം വാങ്ങി. ജാതകത്തിൻ്റെ താളുകൾ പലവട്ടം മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിച്ചു. കൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും ഒടുവിൽ ജോത്സ്യൻ പറഞ്ഞു, ജാതകവശാൽ മോൾക്കിപ്പോൾ സമയം വളരെ മോശമാണ്. കൂടാതെ ധാരാളം പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ട്. വിളിദോഷവുമുണ്ട്. ഒടുവിൽ മകളുടെ കണ്ണീരിൻ്റെ കാരണം കണ്ടെത്തിയ ആശ്വാസം പത്മയുടെ മുഖത്ത് തെളിഞ്ഞു. പരിഹാരം? പത്മ വിനീതയായി. ചില വഴിപാടുകളും പൂജയും ചെയ്യണം. അതോടെ എല്ലാം ശരിയാകും. ഞാൻ എഴുതിത്തരാം. ജോത്സ്യൻ എഴുതി കൊടുത്ത കുറിപ്പുമായി യുദ്ധം ജയിച്ച ആവേശത്തോടെ പത്മ വീട്ടിലെത്തി. വിവരമറിഞ്ഞ ഭർത്താവ് ശക്തമായി എതിർത്തു. എന്നാൽ പത്മയുടെ പതിവ് നിർബന്ധത്തിന് മുന്നിൽ ഭർത്താവ് ഒരിക്കൽ കൂടി കീഴടങ്ങി. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷേ ഇതിനായി ഒരു പൈസ പോലും ഞാൻ ചെലവാക്കില്ല, ഭർത്താവ് പ്രഖ്യാപിച്ചു. രൂപ ഞാൻ കണ്ടെത്തിക്കോളാം, പത്മ തിരിച്ചടിച്ചു. തൻ്റെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളിൽ ചിലത് പണയം വെച്ച് ജോത്സ്യൻ എഴുതി കൊടുത്ത പൂജകളും വഴിപാടുകളും ഒന്നുപോലും വിട്ടുപോകാതെ പത്മ നടത്തി. മാസങ്ങൾ കടന്നുപോയി. മകളിൽ വലിയ മാറ്റമൊന്നും പത്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. ഭർത്താവ് വീട്ടു ചിലവിന് കൊടുക്കുന്നതിൽ നിന്നും മിച്ചം പിടിച്ച് പണയത്തിൻ്റെ പലിശ അടച്ച് മടുത്തത് തന്നെ മിച്ചം. പത്മയ്ക്ക് ആകെ നിരാശയായി. ഒരു വൈകുന്നേരം പഠിക്കുകയായിരുന്ന 2 മക്കളെയും വിളിച്ച് പത്മ തൻ്റെ ഇരുവശവും ഇരുത്തി. പിന്നെ 2 പേരോടുമായി മെല്ലെ പറഞ്ഞു, ദൈവം എല്ലാവർക്കും 2 കണ്ണുകൾ വീതം നൽകിയിട്ടുണ്ട്. എന്തിനാണെന്നോ? നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ, കണ്ട് ആസ്വദിക്കാൻ, കണ്ട് പഠിക്കാൻ. 2 കണ്ണുകളിൽ ഏതെങ്കിലും ഒന്നിനോട് ഇഷ്ടക്കൂടുതലോ മറ്റൊന്നിനോട് ഇഷ്ടക്കുറവോ നമുക്കുണ്ടാകുമോ? ഇല്ല. എല്ലാവർക്കും അവരവരുടെ 2 കണ്ണുകളും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളും. ഞങ്ങളുടെ 2 കണ്ണുകളാണ് നിങ്ങൾ. ഞങ്ങളുടെ കണ്ണുകളിൽ ഇരുൾ വന്ന് നിറയുമ്പോൾ ഞങ്ങൾക്ക് വെളിച്ചമാകേണ്ട കണ്ണുകൾ. മൂത്തതെന്നോ ഇളയതെന്നോ ഉള്ള വ്യത്യാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് നിങ്ങൾ 2 പേരും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. പത്മ തൻ്റെ 2 മക്കളെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചുംബിച്ചു. മക്കൾ തോളിലൂടെ കൈചുറ്റി
തങ്ങളുടെ മുഖം അമ്മയുടെ ചുമലിൽ ചാരി. രണ്ട് മക്കളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് പത്മയുടെ ഇരു തോളിലൂടെയും താഴേക്ക് ഒലിച്ചിറങ്ങി. അപ്പോൾ എന്തിനെന്നറിയാതെ പത്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു.